നമസ്കാരം, വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. അപ്പോൾ എല്ലാവരും സുഖമായും സേഫായും ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. COVID-19 വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ ഡ്രൈ റോസ്റ്റ് ആണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം, ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ഇനിയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് സമയം കളയണ്ട, എങ്ങനെയാണ് നമ്മുടെ കൂന്തൽ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൂന്തൽ വെച്ചിട്ടാണ്. കണ്ടിട്ട് കുറച്ച് പ്രായമുള്ള കൂന്തലാണെന്ന് തോന്നുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ വീക്കെൻഡിലാണ് പോയി മീൻ വാങ്ങാറുള്ളതെന്ന്. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കൂന്തൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു കൂന്തലിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം നിന്നാൽ മതി. ഇങ്ങനെ പിന്നെ അതിൽ നിന്ന് വെള്ളം കുറേശ്ശായിട്ട് ഇറങ്ങിക്കോളും. ആ ഒരു വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് വേവാൻ വേണ്ടി 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വെന്ത് കിട്ടി. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന ശേഷം ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ടില്ല, കാര്യം ഇത് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയാണ്. ഞങ്ങളിവിടെ ഇത് വാങ്ങാറില്ല, ചൈനയുടെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൊറോണ ഒക്കെ ഉള്ളത് കാരണം അത് മാറ്റി ഇഞ്ചിൻ്റെ ആയി. അപ്പോൾ അത് ഫുള്ള് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വാടുന്ന സമയം കൊണ്ട് നമുക്കൊരു ഗരം മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ബേ ലീഫ്, ഒരു ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, തക്കോലം, ഏലക്ക, ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഫുൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മൾ പൊടിച്ച ഗരം മസാലയില്ലേ, അത് ഞാൻ പൊടിച്ചപ്പോൾ നന്നായിട്ട് പൗഡറായില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പൊടിച്ച ഗരം മസാല ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രമേ അതിൽ നിന്ന് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു മസാലയുടെ എല്ലാം മണം മാറിയ ശേഷം നമുക്കൊരു തക്കാളിയും കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തക്കാളി വേവാൻ വേണ്ടി ഞാനിവിടെ ചേർക്കുന്ന വെള്ളം നമ്മുടെ കൂന്തൽ വേവിച്ചില്ലേ, ആ വെള്ളം തന്നെയാണ്. അപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ കാണിച്ചു തരാം. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ലല്ലേ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് കൂന്തലിലേക്ക് പിടിക്കണ്ടേ, അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലുള്ള കാരണമാണ് ഞാൻ ഫാസ്റ്റ് അടിച്ച് പോണത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിരുന്നു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് അടിച്ച് പോണത്. അപ്പോൾ ഇനി ഞാനിതിൽ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് കൂടെയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് കടുക് ഇടുക, ഒരു 10 ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.